എനിക്ക് ഇപ്പോൾ പറയാനുള്ള കാര്യം 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിനെ പേടിയുള്ളവരോട് മാത്രമാണ്. സാറേ ഒരുപാട് പഠിക്കാണ്ട് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കണ്ടാൽ മതി, അവർക്ക് ഇത് ഉപകാരത്തിൽ കൊള്ളുള്ളൂ. അല്ല എല്ലാം പഠിച്ച് എനിക്ക് A+ ഉറപ്പാ സാറേ, ഫുൾ A+ ഉണ്ടാവും അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ടാവും, അങ്ങനെയുള്ളവരൊക്കെ ഇത് കാണുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മിസ് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ, പറഞ്ഞു വരുന്ന കാര്യത്രേ ഉള്ളൂ. നിങ്ങൾക്ക് A+ വേണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ റൈസ് ഏകൻ്റെ ഒരു ലൈവ് ക്ലാസ് ഒരു മിസ് ചെയ്യരുതെന്നുള്ളതാണ്. അത്രയും നല്ലൊരു സ്റ്റഡി പ്ലാനായിട്ട് വന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ ദിവസം, അതായത് ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഞാനും അജ്സൽ സാറും വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനും, അതായത് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും പഠിച്ച കാര്യങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് മുഴുവനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ അവിടെ വിടത്തുള്ളൂ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു 30 to 40% മാർക്ക് നമ്മൾ അവിടെ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് സൺഡേ ഞായറാഴ്ച എന്ന് മലയാളത്തിൽ പറയും 16-ാം തീയതി രാത്രി 7 മണിക്ക് ഞാനും അജ്സൽ സാറും വീണ്ടും വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള അവസാനത്തെ 4 ചാപ്റ്റേഴ്സ്, അതായത് 5, 6, 7, 8 ചാപ്റ്റേഴ്സ്, അത് SS1ലെയും SS2ലെയും നമ്മളെ ഭാഷയെ പറഞ്ഞ ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് എടുത്തരും. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഞാൻ വീണ്ടും പറയാണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ളതും അതിന് ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ അതും തന്നെ നമുക്ക് A+-നുള്ളതും അതിൻ്റെ അപ്പുറത്തേക്കുള്ള മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതിലൊരു സംശയവും വേണ്ട. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് ആണ്. അത് ഞങ്ങൾ പലതവണ അത് കാണിച്ചു തന്നുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒരിക്കലും മിസ് ചെയ്യാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് നേരെ 7 മണിയാകുമ്പം ശനിയും ഞായറും ഉള്ള ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തണം. അപ്പോൾ സാറ് ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൺഡേ എന്താണ് ബാക്കി ഉണ്ടാവുന്നത്. മൺഡേ നമുക്ക് എക്സാമിൻ്റെ അവസാനവട്ട പ്രിപ്പറേഷൻ, അതിനാണ് നമ്മൾ മാരത്തോൺ ലൈവ് സെഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കലാശക്കൂട്ടവുമായിട്ട് മൺഡേ കുറച്ച് നേരത്തെ തുടങ്ങും. 5 മണി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആയിരിക്കും. ഞാനും യദു സാറും അജ്സൽ സാറും ഉണ്ടായിരിക്കും, 3 പേരും ഉണ്ടായിരിക്കും. അപ്പോൾ 5 മണി മുതൽ 10 മണി മാക്സിമം വരെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് എടുത്തിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട. ആ ചൊവ്വാഴ്ച പരീക്ഷ, ആ ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അവസാനമായിട്ട് എന്ത് ചെയ്യും, എക്സാം ഹാളിലേക്ക് കയറ്റി വിടും. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലെ പരീക്ഷ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഞങ്ങളുടെ മുഖം ഇങ്ങനെ കാണും, അയ്യോ ഇതൊക്കെ സാറുമാർ പറഞ്ഞ ചോദ്യങ്ങളാണല്ലോ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും, ഒരു സംശയം വേണ്ട. അപ്പോൾ എല്ലാത്തിനും ഞാനും അജ്സൽ സാറും യദു സാറും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പം കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിയാൽ മതി. മാക്സിമം നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് A+ ഉറപ്പാണ്. ആത്മാർത്ഥമായിട്ട് ഇനിയുള്ള 3 ദിവസങ്ങൾ നമ്മളൊന്ന് മാനേജ് ചെയ്താൽ മാത്രം മതി. ആ ഒരു 3 ദിവസമല്ലേ നമ്മൾ മാനേജ് ചെയ്യേണ്ടുള്ളൂ. ഇതിനെ ആരും സില്ലി ആയിട്ട് കാണണ്ട. 10ാം ക്ലാസ് കുറച്ചും കൂടെ ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, കൂടെ നിൽക്കുക. നിങ്ങൾ ഇങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് 100 വട്ടം സപ്പോർട്ട് ചെയ്യും, ഒരു സംശയം വേണ്ട. കട്ടൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ കാണണം, കണ്ടിരിക്കണം, കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കൂടാം ലൈവിൽ. ടാറ്റ, ബൈ, സീ യു.